ഗസ ഇസ്രായേൽ സംഘർഷം കഴിഞ്ഞ കുറേ നാളുകളായി നടന്നു വരികയാണ്. ഒരു 2 വർഷത്തോളമായി അവിടെ സമാധാനം എന്ന് പറയുന്നൊരു സാധനം തന്നെ ഇല്ല എന്നുള്ളത്. സമാധാന ചർച്ചകളൊക്കെ ഒരു വശത്ത് നടക്കുന്നുണ്ട്. ഇനിയിപ്പോൾ എന്താകുമെന്നൊക്കെ കണ്ടറിയണം. അപ്പോഴും 2 വശത്തെയും സപ്പോർട്ട് ചെയ്തുകൊണ്ട് അല്ലെങ്കിൽ 2 വശത്തെയും അറ്റാക്ക് ചെയ്തുകൊണ്ടുള്ള പലതരത്തിലുള്ള പ്രതികരണങ്ങൾ നമ്മൾ കാണുന്നുണ്ട്. ഏറ്റവും ഒടുവിലായി പറയാനുള്ളത് യൂട്യൂബർ തൊപ്പിയുണ്ടല്ലോ, അദ്ദേഹത്തിൻ്റെ സോഷ്യൽ മീഡിയയിലെ ഈ ഫലസ്തീനുമായി ബന്ധപ്പെട്ട ഒരു നിലപാട് തന്നെയാണ്. അദ്ദേഹത്തിൻ്റെ ഒരു വീഡിയോ ഒക്കെ പുറത്തു വന്നിട്ടുണ്ടായിരുന്നു. അത് കേൾക്കുമ്പോൾ നമുക്ക് തമാശയായിട്ട് തോന്നുമെങ്കിലും അത് വളരെ ഗൗരവമായി എടുക്കേണ്ട ഒരു കാര്യം തന്നെയാണ്. ഈ ഫലസ്തീനെക്കുറിച്ചിട്ടും ഇസ്രായേലിനെ കുറിച്ചിട്ടും ഒക്കെ പറയുമ്പോൾ ഇസ്രായേലിനെ സപ്പോർട്ട് ചെയ്യുന്ന ഒരുപാട് സുഹൃത്തുക്കൾ എനിക്കുണ്ടല്ലോ, എനിക്ക് അവരെയൊന്നും തള്ളിപ്പറയാൻ കഴിയില്ലല്ലോ എന്നൊക്കെ അദ്ദേഹം പറയുന്നുണ്ട്. ഏതായാലും വലിയ വിവാദങ്ങൾക്കും ചർച്ചകൾക്കും ഒക്കെ വഴിവെച്ചതിന് ശേഷം ക്ഷമ ചോദിച്ചുകൊണ്ട് അദ്ദേഹം രംഗത്ത് വന്ന കാഴ്ചകളൊക്കെ നമ്മൾ കണ്ടു. ആ വിഷയത്തെക്കുറിച്ച് കൂടിയാണ് നമ്മൾ പരിശോധിക്കുന്നത്. അജിംസ്, ഇപ്പോൾ രാഷ്ട്രീയ നിലപാട് ഒരാൾക്ക് വേണമെന്ന് നമുക്ക് വാശി പിടിക്കാനൊന്നും പറ്റില്ല. പക്ഷേ ഇത്തരത്തിലുള്ള പ്രതികരണങ്ങളൊക്കെ കാണുമ്പോൾ ശരിക്കും ആശങ്കയുണ്ടാക്കുന്നില്ലേ? അതിന് മുമ്പ് കുറച്ച് ബാക്ക്ഗ്രൗണ്ട് കാര്യങ്ങൾ പറയണം. ഒന്നാമത്തെ കാര്യം, നമ്മളിപ്പോൾ ജീവിക്കുന്ന കഴിഞ്ഞൊരു 10 വർഷമായിട്ട് നമ്മൾ ജീവിക്കുന്ന ഈ ലോകം വളരെ പോളറൈസ്ഡാണ്. അപ്പോൾ മുമ്പ് ഒരു ജനാധിപത്യ സമൂഹത്തിൽ എന്താണെന്ന് വെച്ചാൽ എനിക്കൊരു അഭിപ്രായം ഉണ്ടാകും, അമൃതയ്ക്ക് വേറൊരു അഭിപ്രായം ഉണ്ടാകും, നിഷാദിന് മറ്റൊരു അഭിപ്രായം ഉണ്ടാകും. ഈ അഭിപ്രായങ്ങൾ ഓവർലാപ്പ് ചെയ്യുന്ന ചില ഇടങ്ങളുണ്ടാവും. ഇപ്പം നമ്മുടെ തന്നെ എൻറ്റയർലി ഡിഫറെൻറ്റ് ഒപ്പീനിയൻ ആണെങ്കിൽ പോലും നമ്മുടെ 3 പേരുടെയും നമ്മുടെ 3 പേരുടെ അഭിപ്രായങ്ങൾ ഓവർലാപ്പ് ചെയ്യുന്ന ചില ഏരിയകളുണ്ടാവും. നമ്മൾ 3 പേര് എഗ്രി ചെയ്യുന്ന ചില ഏരിയകൾ. അങ്ങനെയുള്ള എഗ്രി ചെയ്യുന്ന ഏരിയകളില്ലാത്ത വിധം മനുഷ്യരുടെ അഭിപ്രായങ്ങൾ വ്യത്യസ്ത ദ്വീപുകളായിക്കൊണ്ടിരിക്കുകയാണ്. അത് ഈ വലതുപക്ഷ രാഷ്ട്രീയത്തിൻ്റെ അതിപ്രസരം മൂലം സൊസൈറ്റിയിൽ ഉണ്ടാകുന്നൊരു സൈഡ് എഫക്റ്റാണത്. ഇപ്പോൾ ഒരു ഉദാഹരണം ഞാൻ പറഞ്ഞുതരാം. ഇപ്പോൾ മോദി GST കുറയ്ക്കാൻ തീരുമാനിച്ചു എന്നുള്ളത് നല്ലതാണ്. അത് നല്ലതാണെന്ന് അത് തീരുമാനിച്ചവർക്കും അറിയാം, അത് കേൾക്കുന്നവർക്കും അറിയാം, നല്ലൊരു തീരുമാനമാണ്. പക്ഷെ മോദി എതിർക്കുന്നവർക്ക് അതൊരിക്കലും അത് നല്ല പരിപാടിയാണെന്ന് പറയാൻ പറ്റില്ല. അതിൻ്റെ കാരണം അപ്പോൾ അവരെന്താണ് ചെയ്യുക? മുമ്പ് അങ്ങനെ കുറച്ചുകൂടെ ആയിരുന്നു, 5 കൊല്ലം മുമ്പ് ഇത് കുറച്ചുകൂടെ ആയിരുന്നു, ഇപ്പോൾ കുറയുന്നത് എന്തിനാണ് എന്നേ ചോദിക്കുകയുള്ളൂ. കാരണം അങ്ങനെ അഭിനന്ദിക്കാനോ അല്ലെങ്കിൽ അത് അക്നോളജ് ചെയ്യാനോ കഴിയാൻ പറ്റാത്ത വിധം ഇതേ ഭരണകൂടം തന്നെയാണ്, അതായത് മോദി ഉൾപ്പെടെയുള്ള ഭരണകൂടം തന്നെയാണ് ഈ പോളറൈസേഷൻ നേതൃത്വം കൊടുക്കുന്നത്. പറഞ്ഞ മനസ്സിലാവുണ്ടോ? അത് ഇവിടെ ഇന്ത്യയിൽ മാത്രം പ്രശ്നമല്ല, അമേരിക്കയിലെയും പ്രശ്നമാണ്, യൂറോപ്പിൽ എല്ലായിടത്തും പ്രശ്നമാണ്. വലതുപക്ഷ രാഷ്ട്രീയം ഉയർന്നു വരുമ്പോൾ ഈ സോഷ്യൽ മീഡിയ കാലത്തുണ്ടാകുന്ന ഒരു പ്രശ്നമാണത്. ആരും പരസ്പരം അക്നോളജ് ചെയ്യില്ല, പരസ്പരം ഓവർലാപ്പ് ചെയ്യുന്ന അഭിപ്രായങ്ങൾ പറയാൻ കഴിയില്ല എന്നുള്ളതാണ്. ഇപ്പോൾ ഇവിടെ തന്നെ എടുക്കുക, ഈ തൊപ്പി എന്ന് പറയുന്ന ഈ യൂട്യൂബറുടെ വിഷയത്തിൽ അദ്ദേഹത്തൊരു ഫലസ്തീൻ നിലപാട് ചോദിക്കുമ്പോൾ അദ്ദേഹം പെട്ടെന്ന് പറയുകയാണ്, എന്നെ ഫോളോ ചെയ്യുന്നവരിൽ, എൻ്റെ സുഹൃത്തുക്കളിൽ ഇസ്രായേലിനെ സപ്പോർട്ട് ചെയ്യുന്നവരുണ്ട്, അതുകൊണ്ട് എനിക്ക് അഭിപ്രായം പറയാൻ പറ്റില്ല എന്നാണ് പറയുന്നത്. ഈ വിഷയം എന്തുകൊണ്ടുണ്ടാവുമെന്ന് അറിയോ? ഒന്ന്, നമ്മൾ അതിൻ്റെ 2 അടരുകൾ കാണണം. ഒന്ന്, ഈ 2023 ഒക്ടോബർ 7 ശേഷം ലോകത്തുണ്ടായ ഒരു വലിയ മാറ്റം, അതായത് ഇസ്രായേൽ എന്ന രാഷ്ട്രം സ്ഥാപിതമായ അന്നു മുതൽ 2023 ഒക്ടോബർ 7 വരെ ഉണ്ടായതിനേക്കാൾ കൂടുതൽ ഇസ്രായേൽ വിരുദ്ധത ഈ ലോകത്തുണ്ടായിട്ടുണ്ട്. ഇസ്രായേൽ വിരുദ്ധത എന്ന് പറഞ്ഞാൽ ഇസ്രായേൽ എങ്ങനെയാണ് സ്ഥാപിതമായത്, അതിൻ്റെ ലെജിറ്റിമസി എന്താണ്, അത് ഫലസ്തീൻ എന്ന രാജ്യത്തോട് അങ്ങനെ രാജ്യമുണ്ടെങ്കിൽ, രാജ്യമില്ല, ഫലസ്തീൻ എന്ന ജനത, ആ ജനതയോട് എന്താണ് ആ രാജ്യം ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്നുള്ള കാര്യങ്ങൾ ലോകത്തിന് മുമ്പിൽ ഇത്രയും എക്സ്പോസ്ഡ് ആയിട്ടുള്ള ഒരു ചരിത്രം കഴിഞ്ഞ 75-80 വർഷത്തിനോട് ഉണ്ടായിട്ടില്ല. അത് എല്ലാ ജനറേഷനിലും പെട്ട ആളുകൾ മനസ്സിലാക്കുന്നു എന്നുള്ളതാണ് ഒന്നാമത്തെ കാര്യം. കാരണം മുമ്പ് ഇപ്പോൾ ഇസ്രായേൽ ഫലസ്തീൻ ക്ലാഷ് എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഒരു ശരാശരി മലയാളി എന്താ വിചാരിക്കുക, 2 രാജ്യങ്ങൾ തമ്മിൽ എന്തോ യുദ്ധം നടക്കുകയാണ്, അതിൽ അവർ അങ്ങോട്ടും ഇങ്ങോട്ടും കൊല്ലുന്നു. ഫലസ്തീൻ എന്ന് പറയുന്നത് രാജ്യമല്ല എന്ന് മനസ്സിലാക്കുന്നവർ വിചാരിക്കുക അവരെന്തോ ഭീകരവാദികളാണ്, ആ ഭീകരവാദികൾ ഇസ്രായേലിൽ ഇപ്പോൾ എന്തോ ആക്രമണം നടന്നു എന്നൊക്കെയാണ് സാധാരണ രീതിയിൽ മനസ്സിലാക്കുക. ഇന്നങ്ങനെയല്ല. എന്താണ് ഇസ്രായേൽ ഫലസ്തീൻ കോൺഫ്ലിക്റ്റ് എന്നും അതെങ്ങനെ ഉണ്ടായെന്നും ഇസ്രായേൽ എന്ന രാജ്യം എങ്ങനെയാണ് സ്ഥാപിതമായെന്നും അവരെന്താണ് ഫലസ്തീൻ എന്ന രാജ്യത്തോട് ചെയ്തുകൊണ്ടിരിക്കുന്നതെന്നും ആളുകൾക്ക് നന്നായിട്ട് അറിയാം. അപ്പോൾ ഇത്രയും ഇൻഫോംഡ് ആയിട്ടുള്ള ഒരു ജനത്തിന് മുമ്പിൽ ഒരു ഇസ്രായേലിനെ സപ്പോർട്ട് ചെയ്ത ഒരാൾ വരിക എന്ന് പറഞ്ഞാൽ അത് വളരെ ഡേഞ്ചറസ് ആയിട്ടുള്ളൊരു സിറ്റുവേഷനാണ് ഇപ്പോൾ നിലവിൽ. ഇപ്പോൾ ഞാൻ കഴിഞ്ഞ ദിവസം നമ്മുടെ ഒരു സുഹൃത്ത് ഈ നാസ്തിക മോർച്ച എന്ന ആൾ കളിയാക്കി വിളിക്കുന്ന യുക്തിവാദികളുമായിട്ട് ഫലസ്തീൻ ഇസ്രായേൽ വിഷയത്തിൽ സംവദിക്കാൻ പോകുന്നൊരു വാർത്ത ഞാൻ കണ്ടിരുന്നു, എവിടെയോ ഫോട്ടോ കണ്ടിരുന്നു. ഞാൻ എന്നെപ്പറ്റി സ്വയം ആലോചിക്കുക, എന്നോട് പറയുകയാണ് ഇസ്രായേലിനെ സപ്പോർട്ട് ചെയ്യുന്ന ആളോട് പോയി നിങ്ങൾ സംവദിക്കണം എന്ന് പറഞ്ഞാൽ എന്നെ സംബന്ധിച്ചപ്പോൾ അത് അസഹനീയമായ, ഇമോഷണലി അസഹനീയമായ ഒരു കാര്യമാണ്. കാരണം നമ്മളൊരു ഇൻഫോംഡ് ആയിട്ടുള്ള ഒരാളോട് ഒരു വിഷയത്തിൽ തർക്കിക്കുക എന്നതിനപ്പുറം പൊളിറ്റിക്കലി ഇമോഷണൽ ആയിട്ടുള്ള ഒരാളോട് അതിനെക്കുറിച്ച് സംസാരിക്കുക എന്ന് പറഞ്ഞാൽ അസാധ്യമായൊരു കാര്യമാണ്. കാരണം അവർ ഫാക്റ്റ് വെച്ചിട്ടല്ല സംസാരിക്കുന്നത്, അവരുടെ ഏതോ തരത്തിലുള്ള വെറുപ്പോ ഏതോ തരത്തിലുള്ള എതിർപ്പോ മൂലം അവരതിനെ ഇമോഷണലായിട്ട് ബാക്കപ്പ് ചെയ്യുന്നത് മാത്രമല്ല, അവിടെ ഫാക്റ്റിന് യാതൊരു കാര്യമില്ല. എന്നിരിക്കാൻ അങ്ങനെ സംസാരിക്കാനേ കഴിയില്ല. ഇങ്ങനെ പോളറൈസ്ഡ് ആയിട്ടുള്ളൊരു സൊസൈറ്റിയിലാണ് ഈ തൊപ്പി എന്ന് പറഞ്ഞ പയ്യൻ പറയുന്നത്. അത് പിന്നീട് അദ്ദേഹം വിശദീകരിക്കുന്നുണ്ട്. ഇന്ന് വേറൊരു വീഡിയോ ഇറങ്ങിയിട്ടുണ്ട്, അത് പറയുന്നുണ്ട് ഞാൻ എപ്പോഴും ഫലസ്തീൻ സപ്പോർട്ടർ തന്നെയാണ്, എൻ്റെ അറിയാതെ വന്നു പോയൊരു കാര്യമാണത്. അത് വരാനുള്ള കാരണം ഇതാണ്,
ഈ പ്രശ്നമാണ്. നമ്മൾ ഏത് വിഷയത്തിലാണ്, വളരെ പെട്ടെന്ന് സ്പോണ്ടേനിയസ് ആയിട്ടൊരു കാര്യം ചോദിക്കുമ്പോൾ, ഏത് വിഷയത്തിലാണ് ഈ ഞാൻ മുമ്പ് സൂചിപ്പിച്ച ഷെയർഡ് ഒപ്പീനിയൻ ഉണ്ടാവുക, ഗ്രേ ഏരിയകൾ ഉണ്ടാവുക, ഓവർലാപ്പ് ചെയ്യുന്ന ഒപ്പീനിയൻസ് ഉണ്ടാവുക എന്നുള്ള കാര്യം നമുക്ക് പ്രോസ് ചെയ്യാൻ അപ്പോൾ ഇതിന് പറ്റിയില്ല. അതാണ് അവിടെ സംഭവിച്ച അബദ്ധം. പിന്നെ മൂപ്പര് വിശദീകരിക്കുന്നത് ഞാൻ എല്ലാ കാലത്തും ഫലസ്തീനൊപ്പമാണ്. എങ്ങനെയാണ് കുഞ്ഞുങ്ങളെ കൊല്ലുന്ന ഒരു രാജ്യത്തെ സപ്പോർട്ട് ചെയ്യാൻ കഴിയുക എന്നുള്ള ഒറ്റ ക്വസ്റ്റനാണ് ചോദിക്കുക. കുഞ്ഞുങ്ങളെ കൊല്ലുന്ന ഒരാളെ എങ്ങനെ സപ്പോർട്ട് ചെയ്യാൻ കഴിയും, ഒരു രാജ്യത്തെ എങ്ങനെ സപ്പോർട്ട് ചെയ്യാൻ കഴിയുന്ന വളരെ സിമ്പിളായിട്ടുള്ള ലോജിക്കാണ് അദ്ദേഹം മുന്നോട്ട് വയ്ക്കുന്നത്. ഇന്ന് നമ്മൾ കാണുന്നത് എന്താണ്? ഇന്ന് നമ്മൾ കാണുന്നത് ഈ സമയത്തും എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ലോകം പോയിക്കൊണ്ട് ഇപ്പോൾ ഇന്നിപ്പോൾ നെതന്യാഹുവും ട്രംപും അവിടെ ചർച്ച നടത്താൻ പോവാണ്. ഞങ്ങൾ ഒരു തരത്തിലുള്ള സമാധാന ചർച്ചയും ഇല്ല എന്നാണ് ഹമാസ് പറയുന്നത്. കാരണം ഖത്തറിൽ അവരുടെ നെഗോഷിയേറ്റേഴ്സിനാണ് ഇസ്രായേൽ വന്ന് കൊന്നത്. പിന്നെന്ത് ചർച്ച? അപ്പോൾ 21 നിർദ്ദേശങ്ങൾ ഹമാസും ഇസ്രായേലും അംഗീകരിച്ചു. ഞാനിത് നെഗോഷിയേറ്റ് ചെയ്യാൻ പോകുന്ന ട്രംപ് ഒന്നും നടക്കാൻ പോകുന്നില്ല. അതായത് ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്ന വംശഹത്യ അക്നോളജ് ചെയ്യാനും അതിനെ അപ്രീഷിയേറ്റ് ചെയ്യാനുമാണ് ട്രംപ് അവിടെ വിളിച്ചിട്ടുള്ളത് നെതന്യാഹുവിനെന്നാണ് ഞാൻ ബേസിക്കലി മനസ്സിലാക്കുന്നത്. അതല്ലെങ്കിൽ നെതന്യാഹുമായിട്ടല്ലല്ലോ ട്രംപ് ചർച്ച ചെയ്യേണ്ടത്. നെതന്യാഹുമായി എന്ത് ചർച്ചയാണ്? അപ്പോൾ ഇപ്പോൾ പോകുന്ന ആ സമാധാന ചർച്ച എന്ന് ട്രംപ് പറയുന്ന സംഭവം അത് ഒരു കൺക്ലൂഷനിലേക്ക് എത്താനൊന്നും പോകുന്നില്ല. ഈ ലോകത്ത് ഞാൻ മനസ്സിലാക്കുന്നത്, എൻ്റെ ഒരു ഗട്ട് ഫീലിംഗ് എന്താണെന്ന് വെച്ചാൽ, ഇസ്രായേൽ ഫലസ്തീൻ കോൺഫ്ലിക്റ്റ് അവസാനിക്കുക ലോകം മുഴുവൻ ഇസ്രായേലിനെതിരെ തിരിയുമ്പോഴായിരിക്കും. ആ ലോകം മുഴുവൻ തിരിയുക എന്ന് പറഞ്ഞാൽ അവരെ പോയി ആക്രമിക്കുക എന്നുള്ളതല്ല. ഈ ജനങ്ങൾ അവരവരുടെ ഭരണകൂടങ്ങൾ തിരുത്തിക്കൊണ്ടിരിക്കുകയാണ്. നമ്മൾ UK ഫ്രാൻസിലും ബെൽജിയത്തിലൊക്കെ കണ്ടുകൊണ്ടിരിക്കുകയാണ്. അവിടുത്തെ ജനങ്ങൾ അവരുടെ ഭരണകൂടത്തെ തിരുത്തുന്നു. ആ തിരുത്തി എന്ന് പറഞ്ഞാൽ ഫലസ്തീനെ ഞങ്ങൾ അംഗീകരിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് ഈ വംശഹത്യ അവസാനിക്കുന്നില്ല. നമ്മൾ മനസ്സിലാക്കുക, ഹിറ്റ്ലർ ജൂതന്മാരെ കൊന്നുകൊണ്ടിരുന്ന 100 കൊല്ലം മുമ്പ്, അന്ന് ഈ ജൂതന്മാരെ കൊന്നുകൊണ്ടിരുന്നപ്പോൾ ഇത്ര ഇൻഫോംഡ് ആയിട്ടുള്ളൊരു ലോകജനതയല്ല. അവർ പത്രത്തിലോ മറ്റോ വായിച്ച് ഇങ്ങനെ നടക്കുന്നുണ്ട് എന്നറിഞ്ഞേക്കാം. പലരും അറിയാതെ മരിച്ചു പോയതായിരിക്കാം. അവർക്കൊന്നൊരു നിലപാട് സ്വീകരിക്കാനോ അവരുടെ ഭരണകൂടത്തെ തിരുത്താനൊന്നും കഴിഞ്ഞില്ല. എന്നിട്ടും ലോകരാജ്യങ്ങൾ സഖ്യം ചേർന്ന് ജർമ്മനി ആക്രമിച്ച് കീഴ്പ്പെടുത്തി ഹിറ്റ്ലർ ഒഴിവാക്കി അവിടെ നിന്ന്. ആ വംശഹത്യ അവിടെ അവസാനിപ്പിച്ചു. ഇത്രയും ഇൻഫോംഡ് ആയിട്ടുള്ള ജനങ്ങളുണ്ടായിട്ടും ഈ ഭരണകൂടം ഇനിയും പ്രതികരിക്കാൻ വൈകുകയാണ്. ഇത് കൺമുന്നിൽ കണ്ടിട്ടും. കാര്യം ഇപ്പോൾ 2023 മുതലാണ് ആളുകൾ കൂടുതൽ ഇൻഫോംഡ് ആയെന്നുള്ളത് ശരി. എങ്കിൽ പോലും ആളുകളത് റിയാക്ട് ചെയ്യുന്നില്ല. അങ്ങനെ ഭരണകൂടങ്ങൾ റിയാക്ട് ചെയ്യും വിധമുള്ള പൊതുജന സമ്മർദ്ദം ഉയരണം എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അങ്ങനെ ഉയരേണ്ട സമയമായിട്ടുണ്ട്. ഈ തൊപ്പിയുടെ വിഷയത്തിൽ ഉണ്ടായിട്ടുള്ളത്, ഇപ്പോൾ ഇസ്രായേലിനെ സപ്പോർട്ട് ചെയ്യുന്ന ഒരാളോട് നമ്മൾ എന്ത് സമീപനം സ്വീകരിക്കണം എന്നുള്ളൊരു ധാർമ്മികമായ ക്വസ്റ്റ്യൻ ഉയർത്തുന്നുണ്ട്. നമ്മുടെ സുഹൃത്തുക്കളിൽ ഒരാൾ ഇസ്രായേലിനെ സപ്പോർട്ട് ചെയ്യുകയാണ്, നമ്മൾ അവരോട് സംവദിക്കാം. ആ സംവാദത്തിന് ഒരു പരിധിയുണ്ട് ഇപ്പോൾ. കാരണം അത് കൺമുമ്പിൽ ഈ ഫാക്ടറി മുന്നിൽ വെച്ചിട്ട് ഒരാളെ സപ്പോർട്ട് ചെയ്യുന്നതെങ്കിൽ അയാളുടെ ഉള്ളിലുള്ള വെറുപ്പാണ്, അല്ലാണ്ട് ഇസ്രായേലിനുള്ള സിമ്പതി അല്ല എന്നെങ്കിലും മനസ്സിലാക്കണം. പക്ഷേ അതെങ്ങനെ വിഷയത്തെ കാണുന്നത്? അല്ല, തൊപ്പിയുടെ കാര്യത്തിൽ നിർഭാഗ്യകരമായ ഒരു എപ്പിസോഡ് ഉണ്ടായി എന്നാണ് വിചാരിക്കുന്നത്. എനിക്ക് തൊപ്പിയോട് അങ്ങനെ ഭയങ്കരമായ, തൊപ്പി ഒഴിവാക്കപ്പെടേണ്ട മനുഷ്യനാണ്, അല്ലെങ്കിൽ അദ്ദേഹം ഭയങ്കരമായിട്ട് ആൾക്കാരെ വഴിതെറ്റിക്കുകയാണ് എന്നൊക്കെയുള്ള അഭിപ്രായം പറയുമ്പോഴും ഞാനങ്ങനെ വിചാരിച്ചിട്ടില്ല. പുതിയ കാലത്ത് പുതിയ പല കാര്യങ്ങളുമുണ്ട്, അതിൻ്റെ ഭാഗമാണ് തൊപ്പി. പിന്നെ നേരത്തെ പറഞ്ഞ പോലെ എല്ലാവരും പൂർണ്ണമായും രാഷ്ട്രീയ പൂർണ്ണരായിരിക്കുക എന്ന് പറയുന്നത് സാധ്യമായ കാര്യമല്ല. പല ആൾക്കാർക്കും രാഷ്ട്രീയപരമായ ജ്ഞാനക്കുറവുണ്ടാവും. അവരുടെ ഇൻട്രസ്റ്റ് ഏരിയ വേറെ ആയിരിക്കും, അവർ പോകുന്ന ധാര വേറെ ആയിരിക്കും, അവർ ജീവിക്കുന്ന സൗകര്യം തന്നെ വേറെ ആയിരിക്കും. അതിനെല്ലാം കൂടെ അക്കോമഡേറ്റ് ചെയ്യുക, അക്സെപ്റ്റ് ചെയ്യുക എന്നുള്ളതാണ് പുതിയ കാലത്ത് നമ്മൾ സ്വീകരിക്കേണ്ട ഒരു നില. എന്നുകൊണ്ട് തന്നെ തൊപ്പി അങ്ങനെ പൂർണ്ണമായും വെറുക്കപ്പെടേണ്ട ഒരാളെന്ന നിലയൊന്നും എനിക്കുണ്ടായിരുന്നില്ല. പക്ഷേ കഴിഞ്ഞ ദിവസത്തെ അദ്ദേഹത്തിൻ്റെ വീഡിയോ ഭയങ്കരമായി ഡിസ്റ്റർബിംഗ് ആയ ഒരു കാര്യമാണ്. കാരണം തൊപ്പി ഭയങ്കരമായ ഇൻഫ്ലുവൻസേഴ്സ് ഉള്ള, തൊപ്പി എവിടെയെങ്കിലും പോയാൽ ജനക്കൂട്ടം ഇളകി വരുന്നത് നമ്മൾ കാണുന്നുണ്ട്. അത്രയും ചെറുപ്പക്കാർക്കിടയിൽ, പ്രത്യേകിച്ച് ടീനേജേഴ്സിനിടയിൽ ഭയങ്കരമായിട്ടുള്ള ഇൻഫ്ലുവൻസ് ചെയ്യാൻ കഴിയുന്ന ആളാണ്. അയാൾ പറയാണ്, എനിക്ക് ആ വിഷയത്തിലൊരു അഭിപ്രായം പറയാൻ ഇപ്പോൾ കഴിയില്ല, എൻ്റെ സുഹൃത്തുക്കളിൽ ഇസ്രായേലിനെ സപ്പോർട്ട് ചെയ്യുന്ന ആൾക്കാരും ഉണ്ടെന്ന്. അത് ഒരു നിലയ്ക്കും അയാളൊന്ന് വരാൻ പാടില്ലാത്ത ഒന്നാണ്. അങ്ങനെ ഒരു നിലപാടുള്ള മനുഷ്യനെ നമ്മുടെ കുഞ്ഞുങ്ങൾ കാണുന്നില്ല എന്ന് ഉറപ്പാക്കാനുള്ള ബാധ്യത നമ്മുടെ രക്ഷിതാക്കൾക്കുണ്ടെന്നാണ്. 18 വയസ്സിന് താഴെയുള്ള കുട്ടിയെ നിരീക്ഷിക്കാനും നിയന്ത്രിക്കാനുമുള്ള ബാധ്യത രക്ഷകർത്താക്കളായ നമുക്കുണ്ട് എന്നിരിക്കെ, ഇൻഫ്ലുവൻസേഴ്സായ ആൾക്കാർ ഇസ്രായേൽ പലസ്തീൻ പ്രശ്നത്തിൽ അപ്പുറത്തും ഇപ്പുറത്തും നിൽക്കുന്ന ആൾക്കാരുണ്ട്. അതുകൊണ്ട് ഒരു പൊസിഷൻ പറയാൻ പാടില്ല എന്ന് പറയുന്ന ഇൻഫ്ലുവൻസേഴ്സ് എവിടെയെങ്കിലും ഉണ്ടെങ്കിൽ ആ പരിസരത്ത് നിങ്ങളുടെ കുഞ്ഞുങ്ങളെ വിടാതിരിക്കാനുള്ള ജാഗ്രത നിങ്ങൾ കാണിക്കുക. കാരണം എന്താ അറിയോ, ഇത് 70,000 മനുഷ്യരെ കൊന്ന കാര്യമാണ്. 20,000-ലധികം കുഞ്ഞുങ്ങളെ, അതിൽ തന്നെ എത്രയോ പിഞ്ചു കുഞ്ഞുങ്ങളെ കൊന്ന് തള്ളിക്കൊണ്ടേയിരിക്കുന്ന ഒരു തത്സമയ ഒരു വംശഹത്യാ കാഴ്ചയാണ്. ആ കാഴ്ചയിൽ നിങ്ങളുടെ കുഞ്ഞുങ്ങൾക്ക് നിലപാടുണ്ടായേ പറ്റൂ. എൻ്റെ കുഞ്ഞുങ്ങൾക്ക് രാഷ്ട്രീയമൊന്നും അറിയില്ല എന്ന് പറയാൻ പാടില്ല. നമ്മുടെ മുന്നിൽ ആൾക്കാർ തല ചെറിയ മരിച്ചുകൊണ്ടിരിക്കുകയാണ്. വൈറ്റ് ഫോസ്ഫറസ് ബോംബ് വീണ് എല്ലുരുകി കുഞ്ഞുങ്ങൾ മരിച്ചുകൊണ്ടിരിക്കുമ്പോൾ അതിനകത്തൊരു നിലപാട് പറയാൻ പറ്റില്ലാത്ത ഒരു കുഞ്ഞായിട്ടല്ല നിങ്ങളുടെ കുഞ്ഞിനെ വളർത്തേണ്ടത്. മറിച്ച് നിലപാട് പഠിക്കുന്ന പ്ലാറ്റ്ഫോമിൽ, നിലപാട് പറയുന്ന പ്ലാറ്റ്ഫോമിൽ പോയി സമയം ചെലവഴിക്കുന്ന കുട്ടിയായിട്ട് അതിനെ വളർത്താനുള്ള രാഷ്ട്രീയ ഉത്തരവാദിത്വമുണ്ട്. കാരണം എന്താ, നാളെ ഈ ബോംബ് നമ്മുടെ തലയിൽ വന്ന് വീഴും, അപ്പോൾ എനിക്കൊന്നും അറിയില്ലായിരുന്നു, എൻ്റെ താല്പര്യ മേഖല വേറെയാണ് എന്ന് പറഞ്ഞിരിക്കാനല്ല. മറിച്ച് നിങ്ങളുടെ കുഞ്ഞുങ്ങൾ ജീവിക്കുന്ന കാലം ഏതാണെന്ന്, നിങ്ങളുടെ കുഞ്ഞുങ്ങളെപ്പോലെ പ്രിവിലേജ് ഉള്ളവരായിട്ട് ഇല്ലാത്തവരായി എത്രയോ മനുഷ്യർ അവിടെയുണ്ട്. നിങ്ങളുടെ കുഞ്ഞുങ്ങൾ സന്തോഷിക്കുമ്പോൾ സന്തോഷമില്ലാത്ത രക്ഷിതാക്കളുണ്ട്, കൊല്ലപ്പെടുന്ന കുഞ്ഞുങ്ങളുണ്ട് എന്ന ബോധ്യം നിങ്ങൾക്ക് ഓരോരുത്തർക്കും ഉണ്ടാവണം. നമുക്ക് ബോധ്യം ഉണ്ടാവണം. കാരണം നമ്മുടെ കാലത്ത്
അതിജീവിക്കാൻ കഴിയാത്ത മനുഷ്യർക്ക് വേണ്ടി വർത്തമാനം പറയാനെങ്കിലും നമുക്ക് പറ്റണം. അല്ലെങ്കിൽ അവിടെ എന്താ സംഭവിക്കുന്നത് മനസ്സിലാക്കാനുള്ള ബോധങ്ങൾ നമുക്കുണ്ടാവണം. അതല്ലാതെ എൻ്റെ സപ്പോർട്ടേഴ്സിൽ കുറേ ഇസ്രയേലി ആൾക്കാരും ഉണ്ട്, അതുകൊണ്ട് എനിക്ക് അതിനകത്ത് നിലപാടെടുക്കാൻ കഴിയില്ല. ഒരു ഘട്ടം കഴിയുമ്പോൾ ഫ്രീ പലസ്തീൻ എന്ന് പറയാൻ ചോദിക്കും, ആ ഫ്രീ പലസ്തീൻ എന്ന് പറഞ്ഞ് അത് പുച്ഛിച്ചൊഴിവാക്കാണ്. അങ്ങനെ കുഞ്ഞുങ്ങളെ രാഷ്ട്രീയരഹിതരാക്കി മാറ്റുന്ന, കുഞ്ഞുങ്ങളെ രാഷ്ട്രീയത്തിൽ നിന്ന് വലിച്ചകറ്റി മാറ്റി കേവലമായിട്ടുള്ള എൻ്റർടൈൻമെൻറ്റിൽ മാത്രം കുരുക്കിയിടുന്ന, അവരോട് വളിപ്പും വർത്താനവും വഷളത്തരവും മാത്രം പറഞ്ഞ ഇൻഫ്ലുവൻസേഴ്സ് ഉണ്ടെങ്കിൽ ആ പരിസരത്ത് നമ്മുടെ കുഞ്ഞുങ്ങൾ പോകുന്നില്ല എന്ന് ഉറപ്പാക്കാനുള്ള ബാധ്യത രക്ഷിതാക്കളായി നമുക്കുണ്ട്. പക്ഷേ എന്തായാലും തൊപ്പി അത് മനസ്സിലാക്കുന്നു. അദ്ദേഹം പിന്നീട് തിരുത്തി പറയുമ്പോൾ അദ്ദേഹം ആദ്യം പറയുന്നത്, എന്നെ വിമർശിച്ച് വന്ന പോസ്റ്റുകൾ നിങ്ങൾ കണ്ടില്ലേ, അതിന് മില്യൺസ് ഓഫ് ലൈക്സ് ഉണ്ടല്ലോ എന്നാണ്. കാരണം എന്നെ വിമർശിച്ച ആളുകൾക്കാണ് കൂടുതൽ വ്യൂസ് കിട്ടിയെന്ന് അദ്ദേഹത്തിന് മനസ്സിലാകുന്നു. അദ്ദേഹത്തിൻ്റെ എല്ലാ കാഴ്ചപ്പും വ്യൂവിനെ അടിസ്ഥാനപ്പെടുത്തിയാണ്. പക്ഷേ പല വീഡിയോയിലും അദ്ദേഹം ആൾക്കാരോട് പറയുന്നുണ്ട്, നീ നിങ്ങൾക്ക് എതിർത്ത് പറഞ്ഞാൽ എനിക്കൊന്നുമില്ല, അൺഫോളോ ചെയ്ത് പോക്കോ, എനിക്കൊരു പ്രശ്നമില്ല എന്ന് പറഞ്ഞ ആളാണ്. ഇവിടെ അദ്ദേഹത്തിന് തിരുത്തേണ്ടി വന്നു. ആ തിരുത്തേണ്ടി വന്നത് എന്തുകൊണ്ടാണെന്ന് അറിയാമോ? നേരത്തെ പറഞ്ഞ പോലെ ഫലസ്തീൻ കോസിനുള്ള മാർക്കറ്റ്, ഇദ്ദേഹത്തിൻ്റെ ഭാഷയല്ല ഞാൻ പറഞ്ഞത്, മാർക്കറ്റ് ഉണ്ടല്ലോ, വിപണി മാർക്കറ്റ് എന്താണെന്ന് തൊപ്പിക്ക് മനസ്സിലായതുകൊണ്ടാണ്. കാരണം ജനങ്ങൾ അമ്പാടെ അറിയുമെന്നോ ഈ പറഞ്ഞ വൃത്തികേട് ഞങ്ങൾ അംഗീകരിക്കില്ല എന്ന് പറഞ്ഞിട്ട് ഒരുപാട് ആൾക്കാർ അൺഫോളോ ചെയ്ത് പോയി. വലിയ തോതിൽ ഒരുപാട് കണ്ടന്റ് ക്രിയേറ്റേഴ്സ് ഇതിനെതിരായിട്ടുള്ള വീഡിയോ ആയിട്ട് രംഗത്ത് വന്നു. ഫലസ്തീൻ വിഷയം അത് മനുഷ്യൻ്റെ നെഞ്ചിൽ തറച്ചു നിൽക്കുന്ന വിഷയമാണ്. അത് വെച്ചിട്ട് വഷള വർത്താനം പറഞ്ഞാൽ എടുത്ത് കളയും എന്ന് ജനങ്ങൾ പറഞ്ഞപ്പോഴാണ് ഇദ്ദേഹത്തിന് മനസ്സിലായത് ഇത് തിരുത്തി പറയണം. നല്ല അയാൾ പറയില്ല, പല കാര്യങ്ങളിലും എനിക്ക് തിരുത്താൻ സൗകര്യമില്ല എന്ന നിലപാട് സ്വീകരിക്കുകയും ചീത്ത പറയുകയും ചെയ്യുന്ന ആളാണത്. വന്ന് തിരുത്തുന്നു, അദ്ദേഹം അത് വിശദീകരിച്ച് പറയുന്നു. അപ്പോഴും രാഷ്ട്രീയ പൂർണ്ണതര പ്രശ്നമുണ്ട്, അതൊക്കെ വിടാം. ഞാനൊരു മുസ്ലിമാണ്, ഞാൻ ഇങ്ങനെ ഫലസ്തീനെ പിന്തുണയ്ക്കാതിരിക്കും. ഇത് മുസ്ലിം പ്രശ്നമൊന്നുമല്ല ഫലസ്തീൻ പ്രശ്നം മാനവരാശിയുടെ പ്രശ്നമാണ്. അപ്പോൾ അതുകൊണ്ടത് മനസ്സിലാക്കാൻ അത് തൊപ്പിയായാലും കൊള്ളാം. എനിക്ക് ഈ സമൂഹത്തെക്കുറിച്ചാണ് പ്രതീക്ഷ. തൊപ്പി വലിയ ഇൻഫ്ലുവൻസേഴ്സാണ്, അദ്ദേഹം പലപ്പോഴും ഭയങ്കര വർത്താനം പറയും. ആ തൊപ്പി ഞാൻ ഒന്നിനും തിരുത്തില്ല എന്ന് പ്രഖ്യാപിക്കുന്ന ആളോട് നിങ്ങൾ തിരുത്തിയേ പറ്റൂ എന്ന് പറയിപ്പിച്ച ഒരു സൊസൈറ്റി ഇവിടെയുണ്ട്. അയാളെ തിരുത്തിച്ചു. നിങ്ങൾ തിരുത്തിയിട്ടില്ലെങ്കിൽ നിങ്ങൾ ഈ കച്ചവടമായിട്ട് മുന്നോട്ട് പോകത്തില്ല എന്ന് പറയാൻ കഴിയുന്ന ആൾക്കാരുണ്ടായി. തൊപ്പിക്കെതിരായിട്ടുള്ള വീഡിയോസിന് മില്യൺസ് ഓഫ് ആൾക്കാരുടെ വ്യൂ ഉണ്ടാവുകയും ആളതിനെ പിന്തുണയ്ക്കുകയും ഷെയർ ചെയ്ത് രംഗത്ത് വന്നു. സോ ഞാൻ വളരെ ഹോപ്പ്ഫുള്ളാണ് ഇത് ഈ സൊസൈറ്റിയെക്കുറിച്ച്. നമ്മളൊക്കെ എത്ര പറയുന്നു, തൊപ്പി തന്നെയും മനസ്സിലാക്കേണ്ട കാര്യമുണ്ട്. ഇസ്രായേലിനെ പിന്തുണയ്ക്കുന്ന സുഹൃത്തുക്കളുണ്ടാവും, ആ സുഹൃത്തുക്കൾക്ക് തൃണം. ഇപ്പുറത്തേക്കുന്ന മനുഷ്യനാണ് മാനവരാശിയെ നെഞ്ചേറ്റിയ മനുഷ്യർ. അതിനുവേണ്ടി നിലകൊള്ളുക. തൊപ്പി മാത്രമല്ല, എല്ലാ ആൾക്കാരും. അത് നിങ്ങളുടെ ഇത് രാഷ്ട്രീയമൊന്നും അല്ലെന്ന്, നമുക്ക് ജീവിക്കാനുള്ള അവകാശമില്ലേ? നമുക്ക് എല്ലാവർക്കും തുല്യനീതി എന്ന് പറയുന്ന അടിസ്ഥാന അവകാശം നമ്മുടെ ഭരണഘടനയിൽ എഴുതി വെച്ചിട്ടുണ്ട്. ആ അവകാശം നിഷേധിക്കപ്പെടുന്ന ഒരു കൂട്ടം ആൾക്കാർ, എന്തിനെന്ന് പോലും അറിയാതെ കൊല്ലപ്പെടുന്നവർ, അവരെക്കുറിച്ച് ഓർക്കുക, മനസ്സിലാക്കുക. ഒരു കഷ്ണം ഒരു വർത്തമാനം പറയുക എന്നൊക്കെ പറഞ്ഞാൽ അത് കക്ഷി രാഷ്ട്രീയമൊന്നുമല്ല, അത് രാഷ്ട്രീയമല്ല, അത് നിങ്ങളുടെ മനസ്സിലുണ്ടാവണം. അതിനെ അവഗണിച്ചിട്ട് ഞങ്ങൾ വേറെ എങ്ങോട്ടോ പോകാൻ വെച്ചാൽ അങ്ങനെ പോകാൻ വരട്ടെ എന്ന് പറയാൻ കഴിവുള്ള ആൾക്കാർ ഈ ലോകത്ത് ഇപ്പോഴും ജീവിച്ചിരിപ്പുണ്ട്. അതാണ് കണ്ടത്.